ACCA exams tough ആണോ? Hi, I'm Reza Baker and I am an ACCA member. ഒരുപാട് കുട്ടികളുടെ മനസ്സിലുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ACCA ഞാൻ എടുക്കണോ? ACCA ഞാൻ എടുത്താൽ പാസ്സാവുമോ? ACCA എക്സാംസ് ടഫ് ആണോ? അപ്പോൾ ഇതിനുള്ളൊരു വണ്ടർഫുൾ ആൻസർ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ +2 കഴിഞ്ഞ ഉടനെ എൻട്രൻസ് കോച്ചിങ്ങിന് ഒരു മനുഷ്യനാണ്. ഞാൻ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതിയ ആളാണ്. അപ്പോൾ ഫ്രം മൈ എക്സ്പീരിയൻസ് എനിക്കെന്താ ഫീൽ ചെയ്തുള്ളത് വെച്ചാൽ, ഒരു +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഇമ്മീഡിയറ്റ്ലി ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാമിനേഷൻസിൻ്റെ ഡിഫിക്കൽട്ടി നോക്കുമ്പോൾ +2ൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഈസ് ആക്ച്വലി വെരി ലോ. പക്ഷേ നമ്മൾ നമ്പർ ലൈൻ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ കോമ്പറ്റേറ്റീവ് എക്സാംസ് വരും, സച്ച് ആസ് JEE, NEET, UPSC എക്സാംസ്. അപ്പോൾ ACCAൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എവിടെയാണ്? ഇറ്റ് ഇസ് സംവെയർ ഇൻ ദ മിഡിൽ. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് നോട്ട് ഈസി ആസ് യുവർ 12th, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ്സ് നോട്ട് ആസ് ഡിഫിക്കൽട്ട് ആസ് യുവർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. അപ്പോൾ ഒരു മിഡ് റേഞ്ച് ഡിഫിക്കൽട്ടി വരുന്ന എക്സാംസ് ആണ് ACCAയുടേത്. ACCA പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ പഠിക്കേണ്ടി വരും? ഡെയിലി ഒരു 10 to 14 hours ഇരുന്ന് പഠിക്കണോ? ആക്ച്വലി നോ. ഒരു ACCA സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ഡ്യൂറേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ ക്വാളിറ്റിയിലാണ് പ്രാധാന്യം. നമ്മളൊരു ACCA പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡെയിലി 2 to 3 hours പഠിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി 2 to 3 hours പഠിക്കാൻ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ACCA എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു ACCA സ്റ്റുഡൻറ്റ് എത്രത്തോളം എഫേർട്ട് ഇടണം? നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റായിട്ട് നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എക്സാമിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ക്രാക്ക് ACCA എക്സാമിനേഷൻസ്. വേറൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ACCA പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്തമെറ്റിക്കൽ നോളജ് ഒരുപാട് ആവശ്യമുണ്ടോ? നമ്മൾ മാത്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം, പക്ഷേ എങ്ങനത്തെ മാത്തമാറ്റിക്സ്? അവിടെയാണ് നമ്മുടെ സംഭവം വരുന്നത്, അറിത്തമെറ്റിക്കൽ മാത്തമാറ്റിക്സ്. അതായത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് സംടൈംസ് സ്ക്വയർസ് ആൻഡ് റൂട്ട്സ്, ഈ ഒരു ലെവൽ ഓഫ് കാൽക്കുലേഷൻ ആണ് ACCA എക്സാമിനേഷൻസിലേക്ക് വരുന്നത്. ഇവിടെ ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, മെട്രിക്സസ് ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും വരുന്നില്ല. ബേസിക് മാത്തമാറ്റിക്സ് വിച്ച് വി ആർ ഗോയിങ് ടു യൂസ് ഇൻ അവർ റിയൽ ലൈഫ് എത്ര മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ക്ലാസ് ടോപ്പർ ആണോ? അപ്പോൾ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും അല്ലേ? ബട്ട് ലെറ്റ് മി ടെൽ യു, നിങ്ങളുടെ പാസ്റ്റ് ഇസ് ഇറലവൻറ്റ്. നിങ്ങളൊരു വളരെ പുവർ ആയിട്ടുള്ളൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണോ? എന്നാലും എഗെയിൻ യുവർ പാസ്റ്റ് ഇസ് ഇറലവൻറ്റ്. നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻ്റ് ആവാനും പാടില്ല, അണ്ടർ കോൺഫിഡൻ്റ് ആവാനും പാടില്ല. നിങ്ങൾ പണ്ട് എങ്ങനെ പഠിച്ചോ എന്നുള്ളതല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ പഠിക്കുന്നു അതിലാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇഫ് യു ആർ വില്ലിംഗ് ടു ടേക്ക് അപ്പ് ACCA, ദ ഓൺലി തിങ് ദാറ്റ് യു നീഡ് ഇസ് നല്ല ആസ്പിറേഷൻ വേണം, ഡെഡിക്കേഷൻ വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, ആൻഡ് മോർ ഓവർ ദാറ്റ് നിങ്ങൾക്ക് നല്ല പ്രോപ്പർ കോൺസെൻട്രേറ്റഡ് അപ്രോച്ച് ടു എക്സാംസ് വേണം. ഇത് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ACCA എക്സാമിനേഷൻസ്. അപ്പോൾ കമ്മിങ് ടു അവർ മെയിൻ ക്വസ്റ്റ്യൻ, ACCA എക്സാംസ് ടഫ് ആണോ? ദാറ്റ് ഈസ് ഫോർ യു ടു ഡിസൈഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ വില്ലിംഗ് ആണോ, നിങ്ങൾ എഫേർട്ട് ഇടാൻ വില്ലിംഗ് ആണോ, ദെൻ യെസ് ACCA ഇസ് ഗോയിങ് ടു ബി ഈസി ഫോർ യു. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ലാതെ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ച പോലെ എക്സാമിൻ്റെ തലേന്ന് വന്ന് പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ACCA വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു. അപ്പോൾ അഗെയിൻ തിങ്ക് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു. നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾ പ്രോപ്പർലി ആലോചിക്കണം, എങ്ങനെയാണ് നമ്മൾ എഫേർട്ട് ഇടാൻ പോകണമെന്ന് പ്ലാൻ ചെയ്യണം. പ്രോപ്പർലി പ്ലാൻഡ് ആണോ, പ്രോപ്പർ സ്ട്രക്ചർഡ് അപ്രോച്ച് ഉണ്ടോ, ദെൻ ഡെഫിനറ്റ്ലി യു വിൽ ഫൈൻഡ് ACCA ഈസ് ആൻ ഈസി കോഴ്സ് ടു ക്രാക്ക്. അപ്പോൾ ACCA പഠിക്കാൻ നല്ല ക്ലാസ്സുകൾ എവിടെ കിട്ടും? ഇതിനുള്ള ആൻസർ ACCA തന്നെ തന്നിട്ടുണ്ട്. ACCA ലേണിംഗ് പാർട്ട്നേഴ്സിനെ 3 ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്ലാറ്റിനം ലെവൽ, ഗോൾഡ് ലെവൽ ആൻഡ് ദ സിൽവർ ലെവൽ. അപ്പോൾ ഈ 3 ലെവലിലെ ഏറ്റവും അടിപൊളി ലെവലാണ് ദ പ്ലാറ്റിനം ലെവൽ. അപ്പോൾ ഒരു പ്ലാറ്റിനം ലെവൽ ലേണിംഗ് പ്രൊവൈഡർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഷ്യൂർഡ് ദാറ്റ് യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ക്ലാസ്സസ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ഹാസ് പ്രൊവൈഡഡ് ദ മാർക്കറ്റ് വിത്ത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ACCA അഫിലിയേറ്റ്സ് ആൻഡ് മെമ്പേഴ്സ്. ഇത്രയും വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ സെഷനിലും റാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ട്രെമൻഡസ് ജേർണിയാണ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ കാഴ്ചവെച്ചിട്ടുള്ളത്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? മേക്ക് എ ഗുഡ് ഡിസിഷൻ ആൻഡ് ജോയിൻ ദ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആൻഡ് അതേപോലെ തന്നെ ACCA പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ കൂടുതൽ വീഡിയോസ് കൊണ്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.